സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് ഒപ്പം രാജ്യമൊന്നാകെ അദ്ദേഹത്തിന് വിട നൽകുകയാണ്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യന്, പ്രിയപ്പെട്ട നാട്ടുകാരന്, ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിനെ യാത്രയാക്കുകയാണ്. ഇടപ്പള്ളി മങ്ങാട്ടിലെ നീലാഞ്ജനം വീട്ടിൽ നിറയെ പച്ചപ്പും പൂക്കളും ചെടികളുമുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായ വീട്ടിൽ നിന്നും അദ്ദേഹം യാത്ര പറയുകയാണ്. ഇനി ഒരു മടങ്ങി വരവ് ഇല്ല എന്നുള്ള ഉറപ്പോടുകൂടി ഇവിടുത്തെ പച്ചപ്പ് പോലെ, ഈ വീട്ടിലെ മനോഹരമായ പുൽത്തകിടി പോലെ, ചെടികൾ പോലെ മനോഹരമായ കശ്മീരിനെ കാണാൻ അദ്ദേഹം യാത്ര തിരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു വിയോഗം അദ്ദേഹത്തിനുണ്ടാകുമെന്നോ ബന്ധുക്കളോ മകളോ ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ യാത്ര അവസാന യാത്രയായി. ചേതനേറ്റ ശരീരമായി ഇവിടെ എത്തി വീട്ടിൽ കണ്ണീരോടെ ബന്ധുക്കളെല്ലാം അദ്ദേഹത്തിന് വിട നൽകി. അദ്ദേഹം ഇവിടെ നിന്നും യാത്രയാവുകയാണ്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത് അദ്ദേഹം മടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറഞ്ഞ് നീലാഞ്ജനം വീട്ടിൽ നിന്നും അവസാനമായി അദ്ദേഹം യാത്രയാവുകയാണ്. കണ്ണീരോടെ വിട നൽകുകയാണ് നാടും നാട്ടുകാരും രാജ്യവും ഒന്നാകെ. അവരും അറിയാത്തവരുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ പൊതുവായിട്ടൊരു നോക്ക് കാണാൻ ആദ്യമായി അധികവും ഒരുപക്ഷെ ഈ ഇടപ്പള്ളിക്കാർ എന്നതിനപ്പുറത്തേക്ക് പല നാട്ടുകളിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ ഇവിടെ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഏതായാലും എല്ലാവരും അദ്ദേഹത്തിനെ യാത്രയാക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് രാവിലെ ചെങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയത്. പിന്നാലെ വീട്ടിലേക്കും അതേപോലെ ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. 1 മണിക്കൂർ സമയമാണ് വീട്ടിൽ പൊതുദർശനം പറഞ്ഞിരുന്നതെങ്കിലും അത് നീണ്ടുപോവുകയായിരുന്നു. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി നൽകിയതിനു ശേഷം കൊല്ലപ്പെട്ട